പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷൻ സംഘർഷത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു. പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ചെന്താമരയെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴുണ്ടായ സംഘർഷത്തിലാണ് പ്രദേശവാസികൾ രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, അന്ന് പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അന്ന് പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ച് അവിടെയുള്ള ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നതും കണ്ടു. അത് വലിയൊരു ആൾക്കൂട്ടം ഇരച്ചു വന്നാണെന്ന് പ്രതിഷേധിച്ചത്. അതിൽ രണ്ടുപേർക്കെതിരെ മാത്രമാണോ കേസെടുത്തിരിക്കുന്നത് ഇക്ബാൽ? അരുൺകുമാർ, ഈ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്ത് വലിയ രീതിയിൽ ജനങ്ങൾ ആ മേഖലയിലേക്ക് ഇരച്ചെത്തിയിരുന്നു. മാത്രമല്ല വലിയ രീതിയിൽ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധത്തിനിടയിൽ നെന്മാറ അതിലും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 14 പേർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളായ 2 പേർ, അതിനോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾ, അതിനോടൊപ്പം തന്നെ നാട്ടുകാരായ ആളുകൾ ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 നാട്ടുകാരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോത്തുണ്ടി സ്വദേശികളായിട്ടുള്ള രഞ്ജിത്ത്, ഷിബു എന്നിവരെ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി നെന്മാറ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ 2 യുവാക്കളെയും നിലവിൽ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ 2 യുവാക്കളെയും പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. PDPP ആക്ട് പ്രകാരമാണ്, അതായത് പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും 11 മണിയോടുകൂടി തന്നെ ഈ 2 യുവാക്കളെയും കോടതിയിൽ ഹാജരാക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അരുൺകുമാർ, താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.